ഹായ് ഫ്രണ്ട്സ്. അപ്പോഴേ ഞാനിന്ന് വന്നേക്കുന്നതേ ഞാനൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 25 വർഷം അമ്മയും അച്ഛനും പൊന്നുപോലെ നമ്മളെ നോക്കിയിട്ട് നമ്മൾ ഒരു വർഷം അവരെ നോക്കുമ്പോൾ നമ്മൾ കണക്ക് പറയുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അന്നേരം ആ ഒരു മൈൻഡിൽ തോന്നുന്ന രീതിയിലുള്ള ഒരു റീൽസ് എല്ലായിടും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓൺ വോയിസ് ആയിട്ട് റീൽസൊക്കെ ഇടുന്നത്. അപ്പോൾ എനിക്കതിനകത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി, എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ഒരുപാട് കൊച്ചിലെ അങ്ങനെ ആ പറഞ്ഞത് ശരിയാണ്, പക്ഷേ എന്നാലും അതൊന്ന് തിരിച്ചും കൂടി ചിന്തിക്കണം എന്ന് പറഞ്ഞൊരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ആലോചിച്ച് ശരിയാണ്. നമ്മൾ ഇപ്പം ഒരുപാട് മക്കൾ ആണായാലും പെണ്ണായാലും ഉണ്ടല്ലോ, നമ്മുടെ അച്ഛനെയും അമ്മയും ഈ ജോലി ഇപ്പോൾ ഇച്ചിരി പഠിത്തമൊക്കെ അങ്ങോട്ട് പകുതി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അതുങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മെയിനായിട്ടും അവരുടെ പിന്നെ പഠിത്തം നിർത്തിയിട്ട് അതുങ്ങൾ ജോലിക്കായിട്ട് പോയി ആ ചെറുപ്പത്തിൽ തന്നെ വീട്ടുകാരെ എല്ലാവരെയും നന്നായിട്ട് നോക്കി ഗൾഫിലായാലും ഇപ്പോൾ ഒരുപാട് പേര് ഗൾഫിലായിരിക്കും പോകുന്നത് അല്ലേ. ചെറുപ്പത്തിൽ തന്നെ 18 വയസ്സാകുമ്പോഴേ തന്നെ ഗൾഫിൽ പോയി കിടന്ന് ഒരുപാട് വർഷങ്ങളോളം കിടന്ന് കഷ്ടപ്പെട്ട് വീട് പണി പൂർത്തിയാക്കി അനിയത്തിമാരെയും കെട്ടിച്ച് വിട്ട് അങ്ങനെ നല്ല ഒരു നിലയിൽ എല്ലാവരെയും അവരുടെ മിത്രങ്ങളെ എല്ലാം നല്ലൊരു നിലയിലെത്തി. ഇപ്പോൾ ആണായാലും പെണ്ണായാലും ഒരു മിത്രങ്ങളെ എല്ലാം നല്ലൊരു നിലയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും അതുങ്ങളുടെ പ്രായം ഏകദേശം ഒരു 10, 35, 40 അടുത്ത് കാണും. അപ്പോൾ ഈ പ്രായത്തിൽ അതുങ്ങൾക്കും ഒരു കൂട്ട് വേണ്ടേ. അപ്പം അവരൊരു വിവാഹം കഴിച്ച് കഴിയുമ്പം അതുങ്ങൾ സ്വാഭാവികമായിട്ടും എങ്ങനെ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ എല്ലാവരുടെയും കടമകളെല്ലാം തീർത്തിട്ടായിരിക്കും ഇതുങ്ങൾ സ്വസ്ഥതയായിട്ടായിരിക്കും വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ച് കഴിഞ്ഞിട്ട് അതുങ്ങളുടേതായിട്ടൊരു കുടുംബജീവിതത്തിലോട്ട് അതുങ്ങൾ മാറി താമസിക്കുമ്പോഴായിരിക്കും അവിടെ തുടങ്ങും സംസാരങ്ങൾ. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഞങ്ങൾക്കല്ലല്ലോ തന്നതൊന്നും. അപ്പോൾ ഈ കൊടുത്തതും മേടിച്ചതും ഒന്നും ആരും ചെയ്തിട്ടില്ല, ആരും മേടിച്ചിട്ടില്ല, കൊടുത്തിട്ടുമില്ല, മേടിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇത്രയും നാളും കിടന്ന് കഷ്ടപ്പെട്ട് കൊടുത്തവൻ വേസ്റ്റ് പോലെ ആയിപ്പോകും. കാരണം അതുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് 10 പൈസ മാറ്റി വെക്കാനായിട്ടുള്ള ഒരു ഇത് നോക്കുമ്പോഴത്തേക്കും ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് അപ്പം സംസാരം തുടങ്ങും. കാരണം ഞങ്ങൾക്ക് എന്ത് തന്നിട്ടെന്ന് ഞങ്ങളെ നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല എന്നുള്ള ഒരു രീതിയിലുള്ള സംസാരം അത് എല്ലായിടും ഉള്ളതാണ് കേട്ടോ. ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും നമ്മൾ നോക്കിയാൽ പിന്നെ ഒരു വീട്ടിലെങ്കിലും ഒരു വ്യക്തി കിടന്ന് നോക്കുന്നത് കാണും. പക്ഷെ ഈ കഷ്ടപ്പെടുന്നവൻ എന്നും കൊടുത്തോണ്ടേയിരിക്കണം നമ്മൾ. ഒരു വീടിന് വേണ്ടി കഷ്ടപ്പെടാൻ ഒരാളെങ്കിലും ഏതൊരു വീടെടുത്ത് നോക്കിയാൽ ആ ഒരു വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും കാണും. ആ വ്യക്തി എന്നും ആ വീടിന് വേണ്ടി കഷ്ടപ്പെട്ട് കൊടുത്തോണ്ടേയിരിക്കും. അതേസമയം മേടിക്കുന്ന ആളെങ്ങനെയാണ്, അത് മേടിച്ചോണ്ടേയിരിക്കും അല്ലേ. അവരൊന്ന് ചിന്തിക്കുന്നുണ്ടോ മറ്റേ ഉള്ള ആളിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും അതുങ്ങൾക്ക് സൊസൈറ്റിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം എന്നൊന്നും അവരാരും ചിന്തിക്കത്തില്ല. ഈ കഷ്ടപ്പെട്ട് കൊടുക്കുന്നവൻ കൊടുത്തോണ്ടേയിരിക്കും, മേടിക്കുന്നവൻ മേടിച്ചോണ്ടേയിരിക്കും. ഇതിന് കണക്കും കാര്യങ്ങളും ഒന്നുമില്ല, ആരും അത് എഴുതിയിടത്തില്ല അല്ലേ. അതിപ്പം അച്ഛനമ്മമാരായാലും മക്കളായാലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാവരുടെയും വീടെടുത്ത് നോക്കിയാലും ഉണ്ട്, ഏതൊരു വീട്ടിലായാലും ഒരു വ്യക്തി ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കാണും അല്ലേ.